ധനകാര്യമന്ത്രി ശ്രീ കെ വേദിയിലെ ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാനും കേശപ്പനും ബസ്സിലാണ് ഇരിക്കുന്നത് കേട്ടോ. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിപ്പോൾ വേറെ ആരെയല്ല, നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ടു കാണുമല്ലോ, നമ്മുടെ ലാലേട്ടൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ട്. അപ്പം ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ കേരള സർക്കാരിൻ്റെ ആദരവ് നടക്കുന്ന പ്രോഗ്രാം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളും കേട്ടോ. അപ്പം ഞാനും ചിഞ്ചുവും കേശപ്പനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റാച്യൂവിൽ ബസ് ഇറങ്ങിയിട്ട് താഴോട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. അപ്പം ഓട്ടോയ്ക്ക് 30 രൂപ. അപ്പോൾ ഓട്ടോയ്ക്കിന് ഗേറ്റിൻ്റെ അവിടെ വരെ ഒന്നും വിടുന്നില്ല. അതേ കണ്ടോ പോലീസുകാരൊക്കെ നിരന്ന് നിൽക്കുന്നത്. ഇപ്പം ഇവിടെ വരെയെങ്കിലും വന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കിന് ഒട്ടും ഇങ്ങോട്ട് വണ്ടിയൊന്നും വിടുന്നില്ല. അതായത് രാധേച്ചി വന്നപ്പോഴത്തേക്കിന് വണ്ടി കുറച്ച് മുകളിൽ വെച്ചിട്ട് നടന്നു വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറുവാണേ. അപ്പോൾ പാസ്സൊക്കെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിൽ ഞങ്ങൾ വന്നിട്ട് ഫ്രണ്ടിലൊക്കെ ഇരിക്കാമെന്നൊക്കെ ഭാവത്തിലാണ് വന്നത്. പക്ഷേ എവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാസം വെച്ചിട്ട് നമ്മളൊരു 2 മണിക്കോ 3 മണിക്കോ ഒക്കെ വന്നിട്ട് സീറ്റ് പിടിച്ചിടുകയോ അല്ലെങ്കിൽ വന്നിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലൊക്കെ ഇരിക്കാം കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വിധത്തിൽ ഞങ്ങൾ ഇരുന്ന് കേട്ടോ. ഞങ്ങൾ 3-4 രാധേച്ചിക്കുള്ള സീറ്റ് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ രാധേച്ചി ഇനി വരത്തതേ ഉള്ളൂ. അപ്പം ഈ സൈഡിൽ കൂടെ ഏതൊക്കെയോ ആക്ട്രസ്മാരൊക്കെ പോകുന്നുണ്ട് അകത്തോട്ടെ. അപ്പം ലാലേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, ലാലേട്ടൻ്റെ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ സ്റ്റേജിന്റെ മുൻവശത്ത് നിൽക്കുന്ന വോളണ്ടിയേഴ്സ് അടക്കം എല്ലാവരും ഈ മുൻവശത്ത് പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മലയാളത്തിന്റെ വിസ്മയ പ്രതിഭ ശ്രീ മോഹൻലാലിന് കേരള സർക്കാരിന്റെ ആദരം അർപ്പിക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. മോഹൻലാലിനെ കേരളത്തിലെ പ്രിയപ്പെട്ട ലാലേട്ടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ചടങ്ങിൽ ആദരിക്കും. ഔപചാരികമായ ഈ ചടങ്ങിന് ശേഷം ശ്രീ മോഹൻലാലിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ രാഗമോഹനം എന്ന പരിപാടി ഈ വേദിയിൽ അരങ്ങേറും. ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജന കാര്യവകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കലാപ്രവർത്തന ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് കൈക്കൊള്ളുന്ന നിരവധിയായ പദ്ധതികളുണ്ട്. അറിയപ്പെടാത്ത പ്രാദേശികതലത്തിലുള്ള സാധാരണ കലാപ്രവർത്തനങ്ങൾ മികച്ച നടനുള്ള 2 ദേശീയ അവാർഡുകൾ, 6 സംസ്ഥാന അവാർഡുകൾ എന്നിവ
അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം തീരുന്നത് വരെ ഒന്നും നിന്നില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നതും പിന്നെ ലാലേട്ടൻ സംസാരിക്കുന്നതും ഞങ്ങൾ കുറച്ച് വെളിയിൽ ഇറങ്ങി നിന്നിട്ടാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. പിന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ ലാലേട്ടനെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ വലിയ ആഗ്രഹം. എന്തായാലും അത് സാധിച്ചു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയി കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇങ്ങനെ ആളുകൾ പതിയെ പതിയെ പൊഴിഞ്ഞുകൊണ്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ അവിടെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ ചായയും പഴംപൊരി ബോണ്ടയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നൊരു ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നല്ല തിരക്കട, നല്ല ആളുകളെല്ലാവരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കൂടുതൽ ആൾക്കാരും ലാലേട്ടനെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വരുന്നവരുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പലരും പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ രാധേച്ചി വണ്ടിയിലങ്ങ് പോയി. ഞങ്ങൾ ബസ്സിനും തിരിച്ചു പോയി കേട്ടോ. അപ്പം നമ്മുടെ ലാലേട്ടനെ കാണാൻ പോയ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.